സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പുതിയ നിബന്ധനകൾ ഗതാഗത അതോറിറ്റി ഏർപ്പെടുത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെയാണ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത്. മുഴുവൻ സ്കൂൾ ബസ്സുകളിലെയും ഡ്രൈവർമാരുടെയും പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും ഗതാഗത സേവനങ്ങൾ നൽകുന്നതിനുമുള്ള റെഗുലേറ്ററി നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. 25 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം ഡ്രൈവർമാർ. ഐഡന്റിറ്റി കാർഡ് ഡ്രൈവർക്കുണ്ടായിരിക്കണം. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും വേണം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടാതെ അംഗീകൃത പ്രഥമ ശുശ്രൂഷ കോഴ്സ് പൂർത്തിയാക്കണം. ഗതാഗത അതോറിറ്റിയുടെ മെഡിക്കൽ പരിശോധന വിജയിക്കണം. പ്രൊഫഷണൽ യോഗ്യത ടെസ്റ്റും പാസ്സായിരിക്കണം. അതോറിറ്റി നിർണ്ണയിക്കുന്ന ഏതെങ്കിലും ടെസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിംഗ് കോഴ്സുകൾ പൂർത്തിയാക്കണം എന്നിവയും നിബന്ധനകളാണ്. വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എല്ലാ ബസ്സുകൾക്കും സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അതോറിറ്റി ബാധ്യസ്ഥരാണ്. ബസ്സിൽ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. വെസൽ എന്ന കണക്റ്റിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച ട്രാക്കിംഗ് ഉപകരണങ്ങളും ക്യാമറകളും സജ്ജീകരിച്ചിരിക്കണം. സ്കൂൾ ബസ് എന്ന അടയാളം ബസിന്റെ വശങ്ങളിലും പിറകിലും നൽകുകയും പ്രതിഫലിപ്പിക്കുന്ന നിറത്തിലായിരിക്കുകയും വേണം. സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സ്ഥിരം വാഹനങ്ങളെ ഉപയോഗിക്കണമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. വാഹന നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദ്യാർത്ഥികളുടെ ഗതാഗതത്തിനായി നിയോഗിച്ചിട്ടുള്ള ബസ്സുകളിൽ നിരീക്ഷണം നടത്തുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. നിർബന്ധിത ബയോമെട്രിക് വിരലടയാളം രേഖപ്പെടുത്തുന്നതിലൂടെ കഴിഞ്ഞ മാസങ്ങളിൽ നൂറുകണക്കിന് നിയമവിരുദ്ധരായ പ്രവാസികളെ അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് അധികാരികളെ സഹായിച്ചതായി കുവൈറ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു. 2023 മെയ് മാസത്തിലാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും രാജ്യത്തിലേക്കുമുള്ള കര അതിർത്തികളിലും ഇലക്ട്രോണിക് രീതിയിൽ വിരലടയാളം രേഖപ്പെടുത്തുന്ന ബയോമെട്രിക് സംവിധാനം ആരംഭിച്ചത്. ഇതോടെ രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവരും വിവിധ കേസുകളിൽ പോലീസ് തിരയുന്നവരുമായ ആളുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവാസികളാണ് പിടിയിലായതെന്ന് അൽ ഖബസ് പത്രം സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അറസ്റ്റിലായവരുടെ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിലില്ല. ഈ വർഷം ആദ്യം പ്രവാസികൾക്കും പൗരന്മാർക്കും ബയോമെട്രിക് വിരലടയാളത്തിന് വിധേയരാകുന്നതിനുള്ള സമയപരിധി കുവൈറ്റ് നീട്ടുകയും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു. നിലവിൽ കുവൈറ്റ് പൗരന്മാർക്ക് സെപ്റ്റംബർ 30 വരെയും പ്രവാസികൾക്ക് ഡിസംബർ 31 വരെയുമാണ് സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത്. ബയോമെട്രിക് കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലും പൗരന്മാർക്കും വിദഗ്ധർക്കും ബയോമെട്രിക് രേഖപ്പെടുത്തുന്ന നടപടികൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനു വേണ്ടിയുമാണ് പ്രവാസികൾക്ക് കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് ഉത്തരവായത്. കുവൈറ്റിലെ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ റെസ്റ്റോറൻറ്റുകളിൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിൽപ്പന സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധന. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലെ മുബാറക്കിയ ഇൻസ്പെക്ഷൻ സെന്റർ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ 12 ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ റിപ്പോർട്ട് ചെയ്തത്. ഗുരുതരമായ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് 12 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഇടയാക്കിയതെന്ന് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത മാംസത്തിന്റെയും മത്സ്യത്തിന്റെയും പ്രദർശനം ഇതിൽ ഉൾപ്പെടുന്നു. അവയുടെ സ്വാഭാവിക ഗുണങ്ങളായ നിറം, ആകൃതി, മണം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു എന്നിരിക്കെയാണ് വിൽപ്പനയ്ക്കായി വെച്ചതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കൂടാതെ പോഷകാഹാര ഘടകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളില്ലാത്ത സാധനങ്ങൾ, നിർമ്മാണ ഉറവിടം അജ്ഞാതമായ ഭക്ഷ്യവസ്തുക്കൾ, മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയുടെ വിൽപ്പനയും അടച്ചുപൂട്ടലിന് കാരണമായി. അതോറിറ്റിയുടെ ശരിയായ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഒരു സ്ഥാപനവും സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി. രാജ്യത്തെ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഇറക്കുമതിയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. 11.6% വർധനവ്. 2023 മെയ് മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിലെ ഇതാണ് കണക്കുകൾ. പച്ചക്കറി ഇറക്കുമതിയിൽ 44.9% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പഴങ്ങളുടെ ഇറക്കുമതി 2% കുറഞ്ഞു. പ്രധാനമായും UAE, യമൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഒമാനിലേക്ക് പഴം, പച്ചക്കറി എന്നിവ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ചെറിയ അളവിൽ എത്താറുണ്ട്. ഇറക്കുമതിയോടൊപ്പം തന്നെ ഒമാനിൽ നിന്നുള്ള പഴം, പച്ചക്കറി എന്നിവയുടെ കയറ്റുമതിയിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് നിന്നും പഴം കയറ്റുമതി ചെയ്യുന്നതിൽ 40.1% വർധനവുണ്ടായി. ഇത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നതിൻ്റെയും അന്താരാഷ്ട്ര വിപണികളിൽ ഒമാന്റെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള അവസരങ്ങളെയും സൂചിപ്പിക്കുന്നു. അതേസമയം പച്ചക്കറികളുടെ പുനർകയറ്റുമതി കുറഞ്ഞു. ഖത്തറും UAEയുമാണ് ഒമാന്റെ പഴം കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ.
ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ആഗോളതലത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒമാൻ ഇടം പിടിച്ചു. പ്രമുഖ ഏജൻസിയായ നാംബിയോ നടത്തിയ സർവേയിലാണ് ഒമാൻ 4ാം സ്ഥാനം നേടിയത്. ലക്സംബർഗ്, നെതർലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. ഒരു പ്രത്യേക രാജ്യത്തിലോ നഗരത്തിലോ താമസിക്കുന്ന വ്യക്തികളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ജീവിത നിലവാരത്തിനും സംഭാവന നൽകുന്ന വിവിധ ഘടകങ്ങളുടെ സമഗ്രമായ വിലയിരുത്തിയാണ് സൂചിക തയ്യാറാക്കിയിട്ടുള്ളത്. ജീവിത നിലവാര സൂചിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള ശേഷി, വ്യക്തിഗത സുരക്ഷ, കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ജീവിതച്ചെലവ്, ആരോഗ്യ സുരക്ഷ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം രാത്രികാല കാഴ്ചയിൽ ഏറ്റവും മനോഹരമായ നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ മസ്കറ്റ് ഇടം പിടിച്ചിരുന്നു. 136 നഗരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോളിഡേ കമ്പനിയായ ട്രാവൽ ബാഗ് നടത്തിയ പഠനത്തിൽ മസ്കറ്റ് 3ാം സ്ഥാനത്തെത്തി. ദുബൈയും ടോക്കിയോയുമാണ് യഥാക്രമം 1, 2 സ്ഥാനങ്ങളിൽ. UAE-യിൽ നിന്നും ഒമാനിലേക്ക് കുറഞ്ഞ വിമാന ടിക്കറ്റ് നിരക്കുമായി സലാമയർ. ഒമാനിലെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായ സലാമയർ പരിമിതമായ സമയത്തേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ഓഫർ ചെയ്യുന്നു. ദുബൈ, ഫുജൈറ, ബഹ്റൈൻ, ബാഗ്ദാദ്, ദോഹ, ദമാം, കുവൈറ്റ്, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നും ഒമാനിലേക്കുള്ള വിമാനങ്ങളിൽ നിരക്കിളവ് ലഭിക്കും. കഴിഞ്ഞ ദിവസം മുതൽ 3 ദിവസത്തേക്ക് മാത്രമാണ് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുക. 180 ദിർഹം മുതൽ ടിക്കറ്റുകൾ ആരംഭിക്കും. ലോ ഫെയർ മെഗാ സെയിൽ ഓഫർ ഉപയോഗിച്ച് അടുത്ത മാസം സെപ്റ്റംബർ 16 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് യാത്ര ചെയ്യാൻ സാധിക്കുക. നിരക്കിളവ് എയർലൈനിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ ലഭ്യമാകൂ. UAE-യിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ കാർ, ബസ് മാർഗം ഒമാനിലേക്ക് പോകാറുണ്ട്. ഇത്തരത്തിൽ ഒമാൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നവർക്ക് നിരക്കിളവ് ഏറെ പ്രയോജനം ചെയ്യും. നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുരങ്ങുപനി വേരിയന്റിന്റെ വ്യാപനത്തെ തുടർന്നാണ് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ലോകാരോഗ്യ സംഘടനയെ പ്രേരിപ്പിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനും പ്രായോഗിക പ്രതികരണങ്ങൾ തയ്യാറാക്കുന്നതിനും പ്രാദേശിക അന്തർദേശീയ പങ്കാളികളുമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു. കുവൈറ്റിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഇക്കാര്യത്തിൽ നിരവധി ദേശീയ സ്ഥാപനങ്ങളുമായി ഏകോപനം നടത്തുന്നുണ്ടെന്നും വെളിപ്പെടുത്തി. വേദനാജനകമായ ചുണങ്ങ്, വലുതാക്കിയ ലിംഫ് നോഡുകൾ, പനി എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു വൈറൽ രോഗമാണ് മങ്കിപോക്സ്. ലൈംഗിക ബന്ധത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ശ്വസന സ്രവങ്ങളിലൂടെയോ രോഗബാധിതരായ വ്യക്തികളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം പടരുന്നതെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പോളിമറസ് ചെയിൻ റിയാക്ഷൻ പരിശോധനയ്ക്ക് അണുബാധ സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും സൂചിപ്പിച്ചു. ചില കേസുകളിൽ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്ന സപ്പോർട്ടീവ് കെയർ മെഡിസിനോ ആൻറ്റിബയോട്ടിക്കുകളോ ചികിത്സയിൽ ഉൾപ്പെടുത്തുന്നു. പല ഗൾഫ് അറബ് രാജ്യങ്ങളും ഓഗസ്റ്റിൽ പുതിയ എംപോക്സ് സ്ട്രെയിൻ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. UAE-യിൽ 16 കേസുകളും, സൗദി അറേബ്യയിൽ 8 കേസുകളും, ഖത്തറിൽ 5 കേസുകളും, ഒമാനിൽ 3 കേസുകളും, ബഹ്റൈനിൽ 2 കേസുകളും ഉൾപ്പെടെ അറബ് ഗൾഫ് രാജ്യങ്ങളിൽ 88 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ലബനൻ 27, ഈജിപ്ത് 3, മൊറോക്കോ 3, സുഡാൻ 19, ഇറാനിലും ജോർദാനിലും ഓരോ കേസുകളും റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ വൈറസ് മുക്തമാണ്.